നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OT ടെക്നിക്സ് ഇൻ IE&ENT എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 3യുടെ കണ്ടിന്യൂഷനാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ടൈഫോയിഡിനെ കുറിച്ചാണ്. ഓക്കെ, ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതായത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ കാരണം കൊണ്ട് നമുക്ക് പനി വരുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒരു ടൈഫോയിഡ്. അത് ഏത് ബാക്ടീരിയ ആണ്? സാൽമോണല്ല ടൈഫി ബാക്ടീരിയ എന്നാണ് അതിൻ്റെ നെയിം വരുന്നത്. അത് നമുക്ക് കോമൺ ആയിട്ട് സ്പ്രെഡ് ആവുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, ഇത് വഴിയൊക്കെയാണ് നമുക്ക് ഈ ഒരു ടൈഫോയിഡ് വരാനായിട്ടുള്ള സ്പ്രെഡ് ആവുന്നത്. അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ സിംറ്റം പറയുന്നത് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഫീവർ, നമുക്ക് ഭയങ്കര വീക്ക്നെസ് തോന്നുക, സ്റ്റൊമക്ക് പെയിൻ തോന്നുക, ഹെഡ് ഏക്ക്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്ന സിംറ്റംസ്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രിവെൻഷൻ, അതായത് അതിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷനുകളോ കാര്യങ്ങളൊക്കെ നോക്കുക, അതുപോലെ തന്നെ ഗുഡ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുക, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ സിംറ്റംസിനെ കുറിച്ചാണ്. അതിൽ പറയുന്നത് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഫീവർ, അതിനെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് എന്താണ്? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോലി ആയിരിക്കും നമുക്ക് പനി വരുന്നത്. അത് പിന്നെ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് സിവിയർ ആവുകയാണ് ചെയ്യുന്നത്. അത് 103 തൊട്ട് 104 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയൊക്കെ നമുക്കത് പനി നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് വീക്ക്നെസ്, അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് സ്റ്റൊമക്ക് പെയിൻ ആണ്. സ്റ്റൊമക്ക് പെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? അബ്ഡോമിനൽ ഡിസ്കംഫേർട്ട് വരാം നമുക്ക്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ടെഡ്നെസ് ഫീൽ ചെയ്യാം, അതുപോലെ നമുക്ക് എന്താണ്? ലിവറിന് ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഹെഡ് ഏക്ക്. ചിലവരിൽ അത് സിവിയറായിട്ട് കാണപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് വിശപ്പ് തീരെ തോന്നാത്ത ഒരു കണ്ടീഷൻ, അതും പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ഡയേറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. ചിലപ്പോൾ നമുക്ക് ലൂസ് മോഷൻ ആയിരിക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് സ്റ്റൂൾ പോവാത്തൊരു കണ്ടീഷനായിട്ടായിരിക്കാം ചിലപ്പോൾ കാണിക്കുക. പിന്നെ പറയുന്നത് റോസ് കളേർഡ് ആയിട്ടുള്ള സ്പോട്സ് നമ്മളുടെ ബോഡിയിൽ കാണപ്പെടാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മസിൽ പെയിനുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോയിൻറ്റ് പെയിന്, അങ്ങനെയൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ കോസുകളുടെ ഇതാണ്. എന്തൊക്കെ കോസുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു ടൈഫോയിഡ് ഫീവർ വരാനായിട്ട് ചാൻസ് ഉള്ളത്? അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ബാക്ടീരിയൽ ട്രാൻസ്മിഷനാണ്. അതായത് പ്രൈമർലി സ്പ്രെഡ് ത്രൂ ദ ഫീക്കൽ ഓറൽ റൂട്ട്. അതും അല്ലെങ്കിൽ നമുക്ക് എന്താണ്? അത് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത്, അത് ചിലപ്പോൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ ഒരു കണ്ടീഷൻ വരാം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഹ്യൂമൻ കാരിയേഴ്സ്, അതായത് നമുക്ക് ചില സിംറ്റംസ്, അതായത് ചില പേഷ്യൻസിൽ നിന്ന്, ആരാണ് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും നമുക്കിത് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, പിന്നെ ഡയറക്റ്റ് കോണ്ടാക്റ്റ്, അതായത് ഇപ്പോൾ നമുക്ക് ഉള്ള പേഷ്യൻറ്റിൻ്റെ ഇതുമായി നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു അസുഖം വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അസിംപ്റ്റോമാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അതായത് ചില ഇൻഡിവിജ്വൽസിൽ അവരിൽ ഈ ഒരു ബാക്ടീരിയയുടെ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ അത് കാണിക്കാത്ത ഒരു കണ്ടീഷൻ പക്ഷേ അവരിൽ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴും നമുക്ക് ഈ ഒരു അസുഖം ആണെന്ന് നമുക്ക് കൺഫേം ആക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലും നമുക്കിത് ട്രാൻസ്മിഷൻ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിനിക്കൽ ഇവാലുവേഷൻ, അതായത് പേഷ്യൻ്റിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നു, പേഷ്യൻ്റ് ഡോക്ടറുടെ അടുത്ത് പോകുന്നു, അവിടെ നിന്ന് നമ്മൾ എന്താണ് പേഷ്യൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് സിംറ്റംസും മെഡിക്കൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്കത് കൺഫേം ആക്കാനായിട്ട് പറ്റുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റുകളാണ്. ദെൻ വരുന്നത് സ്റ്റൂളിൻ്റെ കൾച്ചർ എടുക്കുക, അതിൽ നിന്ന് കളക്ട് ചെയ്ത് അതിൽ നിന്ന് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കൺഫേം ആക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബോൺ മാരോ കൾച്ചർ വഴിയും നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. സീറോളജിക്കൽ ടെസ്റ്റുകൾ വഴി, അതുപോലെ തന്നെ ഇമേജിംഗ് സ്റ്റഡീസ് വഴി ഒക്കെ നമുക്ക് ഈ ഒരു ടൈഫോയിഡ് ഫീവറിനെ നമുക്ക് കൺഫേം ആക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമെന്നാണ് പറയുന്നത്.
എന്തൊക്കെ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് ആണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നതെന്ന് പറയാം. ഫസ്റ്റ് പറയുന്നത് ബ്ലഡിൻ്റെ കൾച്ചർ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റൂളിൻ്റെ കൾച്ചർ, സീറോളജിക്കൽ ടെസ്റ്റുകളിൽ നമ്മുടെ വൈഡൽ ടെസ്റ്റ്, ടൈഫോയിഡ് IgM ആൻഡ് IgG ആൻറ്റിബോഡി ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ബോൺ മാരോ കൾച്ചർ, ഇമേജിംഗ് സ്റ്റഡീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിന് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇനി ഇതിനെ ടൈഫോയിഡ് ഫീവറിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് വാക്സിനേഷൻ തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള വാക്സിനുകൾ ഏതൊക്കെയാണെങ്കിൽ അതനുസരിച്ച് ആ ഒരു വാക്സിനേഷൻ നമ്മൾ ചെയ്യുക. അതിൽ ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് ടൈഫോയിഡ് കൺജുഗേറ്റ് വാക്സിൻ, അതുപോലെ തന്നെ ടൈഫോയിഡ് V1 പോളിസാക്കറൈഡ് വാക്സിൻ. ഓക്കെ, ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന വാക്സിനുകൾ. നെക്സ്റ്റ് പറയുന്നത് സേഫ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, നമ്മൾ അതായത് ഹൈജീൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഗുഡായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് എൻവയോൺമെൻറ്റൽ സാനിറ്റൈസേഷൻ, അതായത് നമ്മളുടെ ചുറ്റിനും അതായത് ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഈ ഒരു ടൈഫോയിഡ് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മളുടെ മാക്സിമം നമ്മൾ സ്റ്റെറൈലാവുക അല്ലെങ്കിൽ നമ്മൾ ഹൈജീൻ ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ട്രാവൽ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു അസുഖത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിനുള്ള ആളുകളെ കൂടെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റുകൾ, ആൻറ്റിബയോട്ടിക് തെറാപ്പി, അതുപോലെ തന്നെ സപ്പോർട്ടീവായിട്ടുള്ള കെയർ പേഷ്യൻറ്റിന് കൊടുക്കുക, അതുപോലെ തന്നെ മോണിറ്ററിങ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അത് മോണിറ്ററിങ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ഐസൊലേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ ഐസൊലേഷനിലേക്ക് വെക്കാം. അത് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. ഇത്രയാണ് ഈ ഒരു ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയറുകളും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നത്. ഓക്കെ.